ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 PSC ഇതുവരെ നടത്തിയ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ ക്വസ്റ്റ്യൻ്റെയും ഡിസ്കഷനാണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അജണ്ട 21. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അപ്പോൾ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, കസാൻ, റഷ്യ. റഷ്യയിലെ കസാനിലാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യ. 2027 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ചൈന. ഇതുകൂടി ഓർത്തു വെച്ചേക്കുക. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തെലുങ്കാന. തെലുങ്കാനയാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന? 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിഹോൻ ഹിഡാൻക്യോ. നിഹോൻ ഹിഡാൻക്യോയാണ് 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ആരാണ്? മരിയ കൊരീന മച്ചാഡോ. മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. 2025 നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? വിയപുരം ചുണ്ടൻ. വിയപുരം ചുണ്ടനാണ് 2025 നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കേരളം. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൂട്ട്. കൂട്ട് ആണ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് നടന്നത്. അതിൽ വിന്നറായതും ഇന്ത്യ തന്നെയായിരുന്നു, ഓർത്തു വെച്ചേക്കുക. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 9. 9 രാജ്യസഭാ സീറ്റുകളാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടിയാണ് നിലവിലെ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രിയങ്ക. പ്രിയങ്കയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം.
അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 2023. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം. 2024 എന്ത് വർഷമായിട്ടാണ് ആഘോഷിച്ചത്? അന്താരാഷ്ട്ര ഒട്ടകവർഷം. അന്താരാഷ്ട്ര ഒട്ടകവർഷം ചോദിച്ചാൽ 2024, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ചോദിച്ചാൽ 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരൻപിള്ള. KG ശങ്കരൻപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ഹാൻകാങ്. ഹാൻകാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ലാസ്ലോ ക്രിസ്നഹോർക്കൈ. ലാസ്ലോ ക്രിസ്നഹോർക്കോയ്ക്കാണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ. വി അബ്ദുറഹിമാനാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ വൈക്കം. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട്. കോഴിക്കോടാണ് ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. അതുപോലെ തന്നെ അശോക് ഹാളിന്റെ പുതിയ പേരെന്താണ്? അശോക് മണ്ഡപം. അതുകൂടി ഓർത്തു വെച്ചേക്കുക.
നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ വി ഹരിനായർ. വി ഹരിനായരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി, NH-66 മുംബൈ ടു ഗോവ. NH-66 മുംബൈ ടു ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോമധുരം. വയോമധുരമാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം? 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലാഹോർ. ലാഹോർ ആണ് 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതിനുള്ള നഗരം. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം? ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2025 ജനുവരി 19. 2025 ജനുവരി 19 ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി, കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. അതുകൂടി ഓർത്തുവെച്ചേക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം? സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മനു ഭാക്കർ. മനു ഭാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. മനു ഭാക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിനാണ് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കുവൈറ്റ്. കുവൈറ്റിൻ്റെ പരമോന്നത സിവിലിയൻ പദവിയാണ് മുബാറക് അൽ കബീർ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്ത്? കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഇതിൻ്റെ അകത്ത് ഉത്തരമില്ല. ഉത്തരം വരുന്നത് എ ഷാജഹാൻ. എ ഷാജഹാനാണ് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 100 ദിവസം. 100 ദിവസമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകം? പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, കളിത്തോണി. കളിത്തോണിയാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹോപ്പ്. ഹോപ്പാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത്. നിർഭയ, അപരാജിത, പിങ്ക് പോലീസ് എന്നിവയ്ക്ക് സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, സർഗവസന്തം. അപ്പോൾ സർഗവസന്തം എന്താണ്? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടിയായിരുന്നു സർഗവസന്തം.
നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആർദ്രം. ആർദ്രമാണ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏത്? കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കിർത്താഡ്സ്. കിർത്താഡ്സ് ആണ് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി. സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിനാണ് സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി എം.ബി. രാജേഷ്. എം.ബി. രാജേഷാണ് കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യത്തിന് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സി വിജിൽ. സി വിജിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കിരൺ റിജ്ജു. കിരൺ റിജ്ജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം ഓപ്ഷൻ എ 9. 9 രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി N.S. മാധവൻ. N.S. മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 3, അതായത് സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 3, അതായത് നൈജീരിയ. നൈജീരിയയാണ് മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. മുംബൈയാണ് ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇറ്റലി. ഇറ്റലിയാണ് ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. അതായത് ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. എന്തൊക്കെയാണ്? 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ഷാജി N കരുൺ അന്തരിച്ചത് എന്നാണ്? 2025 ഏപ്രിൽ 28. 2025 ഏപ്രിൽ 28 ഷാജി N കരുൺ അന്തരിച്ചത്. അതുകൂടി ഓർത്തുവെച്ചേക്കുക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം, അതായത് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി 150. കുറഞ്ഞത് 150 മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ താമസ സൗകര്യം നൽകേണ്ടതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത്. നിലവിൽ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കെ രാജനാണ് നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ജീവനി. ജീവനിയാണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡെക്സ്. സ്പാഡെക്സ് ആണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം. 2023 രസതന്ത്ര നോബൽ പ്രൈസ് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2023 രസതന്ത്ര നോബൽ പ്രൈസ് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്ര നോബൽ പ്രൈസ് നൽകിയത്.
ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ വായിച്ചു നോക്കാം. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000ആണ്. ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം 2000. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ഈ 2 പോയിന്റുമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1ഉം 3ഉം. അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജ കൂടെയാണ് ക്രിസ്റ്റി കവൻട്രി. അതുപോലെ തന്നെ അവരുടെ ജന്മദേശം എവിടെയാണ്? സിംബാബ്വെ. സിംബാബ്വെയാണ് ക്രിസ്റ്റി കവൻട്രിയുടെ ജന്മദേശം. മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി. അതുകൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത, അവരുടെ ജന്മദേശം ചോദിച്ചാൽ സിംബാബ്വെ, ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജ, മുൻ നീന്തൽ താരം. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 14405. 14405 എന്നതാണ് വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നേടിയത്. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യസമിതി. പാർലമെന്ററി കാര്യസമിതിയിലാണ് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അതായത് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. എന്തൊക്കെയാണ്? പി സതീദേവിയാണ് നിലവിൽ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. അതായത് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. എന്തൊക്കെയാണ്? പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വിബീഷ് ആണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഓൺലി 1 and 3. അതായത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്.
സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. എന്തൊക്കെയാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി, only 1 and 2. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം ചോദിച്ചാൽ എറണാകുളം ആണ്. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, നാസ. നാസയുമായി ബന്ധപ്പെട്ടതാണ് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി. ലോകത്തിലെ ആദ്യ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ചൈന. ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പെഗ്ഗി വിറ്റ്സൺ. പെഗ്ഗി വിറ്റ്സൺ ആണ് 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വി സുനിൽകുമാർ. വി സുനിൽകുമാറാണ് നിലവിൽ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷൻ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഐരാവത്. ഐരാവത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്ത്? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇക്യൂബ്. ഇക്യൂബ് എന്നതാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, മേഘാലയ. മേഘാലയയിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളരിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളരിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഉത്തരം ഓപ്ഷൻ സി, ചിത്രശലഭം. അപ്പോൾ ചിത്രശലഭമാണ് ചെമ്പൻ വെള്ളരിവരയൻ, പളനിപ്പൊട്ടൻ, ചിന്നത്തവിടൻ എന്നിവയൊക്കെ. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം.
2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ഓൺലി വൺ. അതായത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. അതായത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയാണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ 100. 100 കാർഷിക ജില്ലകളാണ് 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദാണ് ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി. വിദ്യാസമുന്നതിയാണ് കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പ്. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി വനസംരക്ഷണം. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് അമൃത ദേവി ബിഷ്ണോയ് അവാർഡ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ്. റൈസിംഗ് സ്റ്റാർ കേവ് എന്ന ഗുഹയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുനിത വില്യംസ്. സുനിത വില്യംസിനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത്. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്ബ്. റെഡ് റിബൺ ക്ലബ്ബാണ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ്.
ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ SDX-01 and SDX-02. SDX-01 and SDX-02നെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ എ S, അതായത് സൾഫർ. സൾഫർ എന്ന അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയത്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തവർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുഖ്ജിത് സിംഗ്. അപ്പോൾ ആർക്കൊക്കെയാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഗുകേഷ് ഡി ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചവരാണ് ഗുകേഷ് ഡി ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഗായത്രി സ്പിവാക്. ഗായത്രി സ്പിവാക്കിനാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി എ ജയതിലക്. എ ജയതിലകാണ് 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി എ ഷാജഹാൻ. എ ഷാജഹാനാണ് കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി. പ്രചോദനം പദ്ധതിയാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരനാണ് 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ. ഡേവിഡ് ബേക്കറിനാണ് 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത്. ഏതു സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്?
ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ എ IUCN. IUCN ആണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വിഘ്നേഷ് പുത്തൂർ. വിഘ്നേഷ് പുത്തൂരാണ് 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആർദ്രം. ആർദ്രമാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? 2024 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി നൃത്തം. അപ്പോൾ നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി BR ഗവായി. BR ഗവായി ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? സൂര്യകാന്ത്. അതുകൂടി ഓർത്തു വെച്ചേക്കുക. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞത് എല്ലാം. അതായത് കംഗാർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഏതൊക്കെയാണ്? കംഗാർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ എന്നിവയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്. ഉത്തരം ഓപ്ഷൻ എ 2025 മെയ് 2. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി JD വാൻസ്. JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വാരണാസി. വാരണാസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ.
പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ഉത്തരം ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? 2025 അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം ഓപ്ഷൻ സി ചലച്ചിത്രരംഗം. ചലച്ചിത്രരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംപാറ. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സമീർ വി കാമത്ത്. സമീർ വി കാമത്താണ് നിലവിൽ DRDOയുടെ ചെയർമാൻ. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ ഡി പുല്ലമ്പാറ. പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മിഠായി. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആശാധാര. ആശാധാര എന്ന പദ്ധതിക്കാണ് 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി എബ്രഹാം റീഡ്. എബ്രഹാം റീഡായിരുന്നു ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഉത്തരം ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര.
സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത്. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ. ഇസ്രായേലാണ് 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ഡി ഗുകേഷ്. ഡി ഗുകേഷ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ സി 1600. 1600 രൂപയാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ തുക. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? ഉത്തരം ഓപ്ഷൻ സി 15. 15ാം കേരള നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ-സ്മാർട്ട്. കെ-സ്മാർട്ട് ആണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. അതായത് മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിനു വേണ്ടി. എന്തൊക്കെയാണ്? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നീ കണ്ടുപിടുത്തങ്ങൾക്കാണ് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് 2025 നവംബർ മാസത്തിൽ G20 ഉച്ചകോടി നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി S-400 ട്രയംഫ്. S-400 ട്രയംഫ് ആണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനം. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പായൽ കപാഡിയ. പായൽ കപാഡിയാണ് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാര്? 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രഭാവർമ്മ. അപ്പോൾ 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാണ് പ്രഭാവർമ്മ.
കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ തലശ്ശേരി. തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തിയാണ് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉണർവ്. ഉണർവാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമേത്? ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമേത്? ഉത്തരം ഓപ്ഷൻ സി പഹൽഗാം. പഹൽഗാമാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി എന്നിവയൊക്കെ സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ്. ഏതൊക്കെയാണ്? അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി എൻപ്രൗഡ്. എൻപ്രൗഡാണ് ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഏതാണ് ഈ ദൗത്യം എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആർദ്രം. അപ്പോൾ ആർദ്രം ദൗത്യം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷ് ആയി പ്രഖ്യാപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷ് ആയി പ്രഖ്യാപിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ 2025 പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. 2024 ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? 2024 ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ഡി ഗുഗേഷ്. ഡി ഗുഗേഷ് ആണ് 2024 ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്തിലാണ് ചുഴലിക്കാറ്റായ ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്? ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്?
ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവയെല്ലാം ശരിയാണ്. അതായത് റിസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ നോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. എന്തൊക്കെയാണ് റിസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കൊല്ലം ആശ്രാമത്തെ കണ്ടൽവനങ്ങൾ. കൊല്ലം ആശ്രാമത്തെ കണ്ടൽവനങ്ങളാണ് 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ. സ്വീഡനാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗായത്രി സ്പിവാക്. ഗായത്രി സ്പിവാക് ആണ് 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര്? ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡെക്സ് മിഷൻ. സ്പാഡെക്സ് മിഷൻ. അപ്പോൾ എന്താണ് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യം? 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത്? 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്ലാഡിയ ഗോൾഡിൻ. അപ്പോൾ ആരൊക്കെയാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടുന്നത്? ദാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ദാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഉഷസ്. ഉഷസ് ആണ് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി അമേരിക്ക. അമേരിക്കയിലാണ് 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ. ഡേവിഡ് ബേക്കറിനാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, അതായത് വിരാട് കോഹ്ലിയുടെ പിൻഗാമി ആയാണ് അദ്ദേഹം ക്യാപ്റ്റനായത് എന്ന പോയിന്റാണ് തെറ്റ്. അപ്പം നമുക്ക് ശരിയായ പോയിന്റുകൾ നോക്കാം. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗില്ല്. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖമാണ് കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും
ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2, 4 ശരിയാണ്. അതായത് 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2006 സംഘടന ആരംഭിക്കുന്നത്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. എന്തൊക്കെയാണ്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2006 സംഘടന ആരംഭിക്കുന്നത്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. കസാൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. അതുകൂടി ഓർത്തു വച്ചേക്കുക. ISROയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ISROയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. നമുക്ക് ശരിയായ പോയിന്റുകൾ നോക്കാം. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 PSLV-C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ്? ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 PSLV-C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1 മാത്രം ശരി. അതായത് പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടെ സ്വർണം നേടി. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടെ സ്വർണം നേടി എന്ന പോയിന്റാണ് ശരിയായിട്ടുള്ളത്.